ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 19 ഏപ്രിൽ 2026, ഈ മാസത്തെ 19-ാമത്തെ ദിവസം, ഈ വർഷത്തെ 109-ാമത്തെ ദിവസമാണ്. ഉയർപ്പിന് ശേഷം 15-ാമത്തെ ദിവസമാണ്. കൂടാതെ പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷം 1-ാം ഞായറാഴ്ച കൂടിയാണ്. ആരാധനാ വർഷത്തിലെ 25-ാം ഞായറാഴ്ച കൂടിയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ച് നമ്മൾ നോക്കുമ്പോൾ. പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന 1-ാമത്തെ ഞായറാഴ്ച എന്ന് ഈ ഞായറാഴ്ചയെ സാധാരണ ജനങ്ങൾ അറിയുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം 2 പ്രാവശ്യം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ശിഷ്യന്മാരായ ശിമോൻ, കിപ്പ, തോമ, നദനിയേൽ, സബദി പുത്രന്മാർ, പേര് പരാമർശിക്കാത്ത 2 പേർ എന്നിങ്ങനെ 7 പേരാണ് മത്സ്യം പിടിക്കുന്ന പഴയ ജോലിയിലേക്ക് തിരിച്ച് പോയത് എന്ന് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 3 വർഷത്തിലധികം അവരോടുകൂടെ ഉണ്ടായിരുന്ന ഗുരുവിൻ്റെ അസാന്നിധ്യം ശിഷ്യന്മാരെ വല്ലാതെ ചിന്താഭാരം ഉള്ളവരാക്കി എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നു. ഭാവിയെക്കുറിച്ചും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും അവർ ചിന്തിച്ചു തുടങ്ങി. തിബിരിയാസ് കടൽ അഥവാ ഗലീല കടൽ അവർക്ക് വളരെ പരിചിതമാണ്. ആ കടലിൻ്റെ തടാകത്തിൻ്റെ പ്രത്യേകതകളും മീൻ ലഭിക്കുവാനുള്ള സാധ്യതകളുമെല്ലാം അറിയാമായിരുന്ന ശിഷ്യന്മാർക്ക് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവം നിയോഗിക്കാത്ത സ്ഥലത്തുള്ള അധ്വാനം അർത്ഥശൂന്യമാണ്. ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യന്മാരെ അന്വേഷിച്ചു വരികയും അവരുടെ അധ്വാനത്തെ ഫലവത്താക്കുകയും താൻ സജീവനായിരിക്കുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഉദ്ധിതനായ ക്രിസ്തുവിനെ മഗ്ദലനക്കാരത്തി മറിയാമും എമാവൂസിലേക്ക് പോയ 2 പേരും തിരിച്ചറിഞ്ഞില്ല. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായം 15-ഉം ലൂക്കോസ് എവൻഗെലിയോസ്തായുടെ സുവിശേഷം 24-ാം അധ്യായം 15-16 വാക്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാകും. ഇന്ന് നാം വായിച്ചു കേട്ടതായ എവൻഗെലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദഭാഗമാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് 3 കാര്യങ്ങൾ ആണ്. ഇന്ന് ഒന്നാമത്തത്, ദൈവം നിയോഗിക്കാത്ത സ്ഥലത്തുള്ള അധ്വാനം അർത്ഥശൂന്യമാണ്. ശിഷ്യന്മാർ അവരെ ഭരമേൽപ്പിച്ച ദൗത്യം മറന്ന് മീൻ പിടിക്കാൻ തിരിച്ചു. എന്നാൽ അവർക്ക് പ്രയോജനം ഉണ്ടായില്ല എന്ന് നമുക്ക് അറിയാം. യോനായുടെ പുസ്തകം നോക്കുമ്പോൾ കാണുന്നത്, നിൻവയിലേക്ക് അയച്ച യോന തർസീസിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചു. അവനത് സാധിച്ചില്ല. ദൈവം നിയോഗിക്കാത്ത സ്ഥലത്ത് അധ്വാനിക്കാം എന്ന് നാം കരുതിയാൽ പ്രയോജനം ഉണ്ടാകുകയില്ല എന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 2-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, അനുസരണയോടുകൂടി ജീവിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. പരമേൽപ്പിച്ച ദൗത്യം മറന്ന ശിഷ്യന്മാരെ യേശു അഭിസംബോധന ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, ഭക്ഷിപ്പാൻ എന്തെങ്കിലും ഉണ്ടോ? അവർ അവരുടെ നിസ്സഹായത അറിയിക്കുന്നു. യേശു അവരോട്, പടകിന് വലത്തുഭാഗത്ത് വല വീശുവീൻ എന്ന കൽപ്പന അവർ അനുസരിച്ചപ്പോൾ ധാരാളം മീൻ ലഭിച്ചു. 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ച് ബന്ധപ്പെട്ട് കയറ്റി എന്ന് നാം ഇവിടെ കാണുന്നു. അനുസരിക്കുന്നവരെ ദൈവം കൈവിടുകയില്ല എന്നത് യേശു കാട്ടിത്തരുന്നു. 3-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവം സഭയെ കരുതുന്നു, സംരക്ഷിക്കുന്നു എന്നതാണ്. ശിഷ്യന്മാർ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതായും അപ്പവും കണ്ടു. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണത്തെക്കുറിച്ചും കർത്താവ് കരുതുന്നവനാണ് എന്ന് ഇവിടെ കാണിച്ചു തരുന്നു. കർത്താവ് ശാരീരികമായി കൂടെയില്ല എന്ന ചിന്ത ആസ്ഥാനത്താണ്. ദൈവം സഭയെ കരുതുന്നു, സംരക്ഷിക്കുന്നു. കർത്താവിന് വേണ്ടി അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നവർക്ക് ഒരു വിരുന്ന് കർത്താവ് ഒരുക്കുന്നുണ്ട്. അതിൻ്റെ മുൻ ആസ്വാദനമാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. പരമേൽപ്പിക്കപ്പെട്ട നിയോഗങ്ങൾ മറക്കാതെ പിന്മാറ്റം എന്ന പൈശാചിക പ്രേരണയെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തന നിരതരായിരിക്കുന്നതിന് ദൈവം കരുണ ചെയ്ത് സഹായിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് വിശ്വാസികളോട് ഉദ്ബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, നാം ഓരോരുത്തരും വലിയ നോമ്പ്, അതായത് 50 ദിവസത്തെ നോമ്പ് നോക്കിയതിന് ശേഷം അവസാനത്തെ ആഴ്ചയായ ആ കഷ്ടാനുവാഴ്ചയിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ കഷ്ടാനുഭവത്തിൽ നാമും പങ്കുചേരുകയും അവസാനം നമ്മൾ ആ
ഉദിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്തോഷം ആ ഞായറാഴ്ച അറിയുകയും ചെയ്തു. അതിനുശേഷം ഉള്ള പുതുഞായറാഴ്ച സംഭവങ്ങളും നമ്മൾ അറിഞ്ഞു. അതിനുശേഷം പുതുഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ദൈവം ഇതേവരെ നമുക്ക് തന്നിട്ടുള്ളതായ ആയുസ്സിന് വേണ്ടിയിട്ട് അവന് 1000 പ്രാവശ്യം നന്ദി പറയുകയാണ് വേണ്ടത്. അടുത്ത നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് അറിയാൻ മേലാത്ത ഈ കാലത്ത് എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നമ്മുടെ മുഴുവൻ ആയുസ്സും നമുക്ക് ജീവിക്കുവാൻ അവസരം തരികയും ചെയ്യും. അപ്പോൾ നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം തന്നിട്ടുണ്ട്. ആ ദൗത്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുവെങ്കിൽ ഇന്ന് നാം കണ്ടതായ ഈ 3 കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹപ്രദമായി തീരും. ഒന്നാമതായി നാം കണ്ടത് ദൈവം നിയോഗിക്കാത്ത സ്ഥലത്തുള്ള അധ്വാനം അർത്ഥശൂന്യമാണ് എന്നാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് അനുസരണയോടുകൂടി ജീവിക്കുവാൻ ദൈവം അനുസരണയോടുകൂടി ജീവിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തത് ദൈവം സഭയെ കരുതുന്നു, സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അവനിൽ ആശ്രയിക്കുന്നവർക്ക് ഇന്നുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആ ആശ്രയം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഏവരും ദൈവത്തിൽ ശരണപ്പെടുക. അവൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. അതിൻ്റെ ഒന്നാമത്തെ സാക്ഷിയാണ് ഞാൻ. ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ ഒരിക്കലും കൈവിടുകയില്ല. അതിന് എനിക്ക് അനേക ഉദാഹരണങ്ങളുണ്ട്. അവൻ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഇന്ന് വരെ നമുക്കങ്ങനെ ഒരു കാര്യം സാധിച്ചില്ല എങ്കിൽ ഇനിയും അതിന് സമയമുണ്ട്. ഇന്നു മുതൽ, അതായത് ഇപ്പോൾ മുതൽ തിരുത്തിയാൽ മതിയാകും. എൻ്റെ ദൈവമേ, ഞാൻ ഇന്നേ വരെ ചെയ്തു പോയിട്ടുള്ളതായ തെറ്റുകൾ എന്നോട് ക്ഷമിച്ച് ഞാൻ ഇനിയും അത് ആവർത്തിക്കാതിരിക്കുവാനുള്ള ശക്തിയും ബുദ്ധിയും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതിയാവും. കർത്താവേ, പ്രായമുള്ളവർ വാർദ്ധക്യ സഹിതമായ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും അവനിൽ ശരണപ്പെടുകയും ചെയ്യുവാൻ ഈ ഞായറാഴ്ച അതിനായിട്ട് ഉതകട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.